ചാക്കോ സാറിന് ഒന്ന് കിട്ടുവോ? മതി, ജോലി കഴിഞ്ഞിട്ട് മതി. അണിമംഗലം പ്രേതക്കേസ്, പെൺകുട്ടി, CBI പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ. പുലിവാല് കേസാ സാറേ, നമുക്ക് വേണ്ട. പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് കേസുകൾ, ആത്മഹത്യാ കേസുകൾ. പക്ഷേ ഈ ഭൂതപ്രേത പിശാചികൾ പ്രതിയായിട്ടുള്ള കേസ് അതും അന്വേഷിക്കണം. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി, സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി. ദൈവത്തിന്റെ കോടതിയോ? എന്ത് പറ്റി ഈ സ്വാമിക്ക്? ഫയല് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ. ചാക്കോ, പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യാൻ എന്താ കാരണം? CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ. പക്ഷെ ആ ആവേശം തുടർന്നുണ്ടായില്ല, കോപ്പറേഷൻ ഉണ്ടായില്ല. ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ്സ്. പത്മനാഭ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് കാല് ഫ്രാക്ചറായി. 1.5 മാസം ഒറ്റക്കിടപ്പ്. അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാൻ പോയി. തലനാരിടയ്ക്കല്ലേ രക്ഷപ്പെട്ടത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കുമോ സാർ? പോലീസ് ആയാലും CBI ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് അപ്പം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്കിത് വേണ്ട സാർ. നമുക്കിത് വേണം സാർ. അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല, ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാ. എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നേ? കൃത്യം ഡേറ്റ് പറഞ്ഞില്ല. വേണ വേഗം ജോയിൻ ചെയ്യാൻ പറയാം. എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ. വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം. പക്ഷെ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ. വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട 1-2 കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക. പേടിച്ചിട്ടാണോ? ഹേയ്, പേടിയൊന്നുമല്ല, എമർജൻസി. എന്നാൽ ഈ കേസാണ് ഇപ്പൊ ഏറ്റവും വലിയ എമർജൻസി, റൈറ്റ് സാർ? വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല. എന്തായിരിക്കും സാർ കാരണം? അതറിഞ്ഞ കേസ് തീർന്നില്ലേ? അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം. സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായമൊന്നും തിരക്കണം. ഭൂരിപക്ഷവും നുണകളായിരിക്കും. എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കും. ആ വീട്ടിലും പോയി അന്വേഷിക്കണോ സാർ? തീർച്ചയായിട്ടും. ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ. അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം. ഇപ്പൊ ഏതായാലും ചാക്കോ ധൈര്യമായിട്ട് പോകും. അതാണ് സാർ ഇല്ലാത്തത്. എന്ത് ധൈര്യം? ഈ അണിമംഗലത്തേക്കുള്ള വഴി ഏതാ? അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ. അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താനിതിൽ ഏതിൽ പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? ആരാണ്? വെറുതെ പറയൂ, ആരെന്ന് പറ. പോലീസുകാരനല്ലേ? തനിക്ക് പോലീസിലല്ലേ ജോലി? പോലീസോ? ഞാനോ? ഞാൻ ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്ത് നല്ല ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ട ശരിയാണ്? ജാതി കച്ചവടമല്ലേ തനിക്ക്? കണ്ടാലും തോന്നും. ഒരു കാര്യം പറയട്ടെ, ഒരു ജാതിക്ക് വേണ്ടേ സ്വന്തം ജാതി മാറ്റി പറയരുത്. തന്നെ കണ്ടാൽ അറിയാമല്ലോ താൻ ഒരു പെറും കള്ളനാണെന്ന്. കാലത്ത് കള്ളി തിന്നാൻ കൊടുക്കില്ലടോ. വെറുതെ കേട്ടാ. എന്തിനാടോ ഇങ്ങനെ നടക്കണത്? വെറുതെ നോണ പറയാൻ. കുറെ നാളായല്ലോ ഈ ഗതികേട് തുടങ്ങിയിട്ട്. തൊടുന്നതല്ല അബദ്ധം. നല്ല 1-ാം തരം ചായ. ദേവസ്വത്തിന് ചായ ഇടാനും അറിയാല്ലേ? അയ്യോ, ഞാനല്ല സാർ ഇട്ടത്, അവളാ. ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന തമിഴത്തിൽ നിന്ന് ദേവസ്വം പറഞ്ഞത്? അതെ സാർ, ഇത് തുളസി. അത് ഇവളുടെ കെട്ടിയോ വേലു. 30 വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ. വീട്ടുകാരുടെ വിശ്വസ്തനും. അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ. ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല, അവസാനിപ്പിക്കാൻ വന്ന. അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി, അത്രേ ഉള്ളൂ. അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ. അതിനു മുമ്പ് ആ CBIയുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ? പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ? കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം, മറിച്ച് മനുഷ്യന് മനസ്സിലാവാത്ത സാധനമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനോ? ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും. പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി.
ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ, മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ, പിടിക്കാൻ ശ്രമിച്ചെന്നോ, അതിനിടയിൽ കാല് തെറ്റി വീണ് മരിച്ചെന്നോ, അങ്ങനെ പല ജാതി. അയാള് പോയി. ആ ജാതിയല്ല, പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ? പിന്നെ വേണമല്ലോ. എന്നാ ദേവസ്വം പറ, എന്താന്ന് സംഭവിച്ചത്? നാട്ടുകാര് നായിന്റെ മക്കള് ചെള്ളയ്ക്ക് വീക്കണ ഒക്കത്തിന്. ആ പെങ്കൊച്ചിനെ കയറി പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ? ശങ്കരൻ സാറ് തിരുവനന്തപുരത്തു നിന്ന് വിവരം അറിഞ്ഞു ഓടിപ്പടഞ്ഞാ എത്തിയത്. പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു. ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ്, എന്റെ വീട്ടിലാ. വേലു ഭാര്യയും ദേ അവരെ ഊരയിലും. ശങ്കര സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി ഇടത്തി എന്നും സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കൊരാണ് എവിടെ നിന്ന് വരാനാ? ഇവിടുത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്തിൽ വീണ് ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണ് ചത്തപ്പോഴും നാട്ടുകാരപവാദം പറഞ്ഞു വരുത്തി. ഒരു സംശയം വേണ്ട സാർ, ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഇത് സാധനം മറ്റേതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, പെട്ടെന്ന് അപ്രത്യക്ഷമാവും. അത് തന്നെ, രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല. ഇപ്പൊ ഏത് നേരവും വരും. പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കാലോ. അത് പറയാൻ പറ്റില്ല, ചിലപ്പോ ഒരു നിപ്പങ്ങ് നിന്ന് കളയും. ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസിലെ ധനപാലൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, പാവ. അതെന്തുവാ? പേടിയാ. പ്രേതം പേടിച്ചോടുവല്ലോടോ. തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുക. പട്ടി ചാക്കോയെ ശരിക്കും വരട്ടിയെന്ന് പറ. കുറച്ചേരം ശരിക്കും തീ നിന്നു സർ. കുറച്ചു നാളായി അണിമംഗലംകാര് ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. ലോക്കൽ ബയറില്ല. ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരമറിഞ്ഞ് ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞ് മടക്കും, അല്ലെങ്കിൽ വിരട്ടി ഓടി. പിന്നെ കേട്ടത് ആ വീട്ടിലെ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു, മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ? ഡോക്ടർ കൃഷ്ണൻ നായർ, ശങ്കരൻ നായരുടെ അളിയൻ. എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ? ദേവസ്വം എന്നയാൾ പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരും ഇല്ലായിരുന്നു. അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു. അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല, ഓക്കെ. പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ. നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ? പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്, അത് മറക്കണ്ട. ഒരുപക്ഷെ ഈ ആകർഷണം വല്ല സൂപ്പർ നാച്ചുറലും ആണെങ്കിലോ? ഒരു രൂപമോ വെളിച്ചമോ? ചാക്കോ സൂപ്പർ നാച്ചുറൽ വിടാനുള്ള ഭാവമില്ലല്ലോ. CBI കേസ് വരാനുള്ള കാരണം എന്താ? ആ കുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തതുകൊണ്ട്. കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ? വേണം സർ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്. CBI സേതുരാമയ്യർ. വണക്കം സാർ. ഇവ CBI. മകളുടെ മരണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ആവേശം കണ്ടില്ല, കോപ്പറേഷനും ഉണ്ടായില്ല. കാരണം എന്തായാലും പറയാം. എന്താ പെട്ടെന്ന് ആവേശം തണുക്കാൻ കാരണം? മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് തോന്നിയോ? അതോ മകളോടുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു? മോള് മരിച്ചതിന് ശേഷം ഇതാണ് ഇവളുടെ അവസ്ഥ. ദയവ് ചെയ്ത് സ്നേഹമില്ലെന്നൊന്നും പറയരുത്. എങ്കിൽ എന്താ ഈ മനംമാറ്റത്തിന് കാരണം? അത് കേസ് കൊടുത്തതിന് ശേഷം ഒരു ജോത്സ്യരെ കണ്ടപ്പോ പറഞ്ഞത് സംശയിക്കുന്നത് പോലെയുള്ള മരണമല്ല, എന്തോ കണ്ടു പേടിച്ചതാണ് മരണകാരണം. അത് ഏത് ജോത്സ്യനാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അയാളൊന്നും കാണുമല്ലോ. വെറുതെ ജോത്സ്യത്തെ പഴിയാറരുത്. പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
ഭയം വേണ്ട, ധൈര്യമായി ചെല്ലുങ്കോ. ആ நீங்கள் அனத்தினாலே எனக்கு கொஞ்சம் தைரியம். எனக்கு இருந்தது 2 குழந்தைகள். அதில் ஒன்று போச்சு. അവനാവത് ജീവനോടെ ഇരിക്കണം സാർ. ഭയന്നിട്ടാക്ക് സാർ സൈലന്റ് ആണ്. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? അവ ആരാക്കും தெரியாது. കേസ് കൊടുത്ത് கொஞ்ச നാൾ കഴിഞ്ഞ് ഒരു നാൾ രാത്രി നാങ്ക വീട്ടുക്ക് വന്ന ടൈമില് சார்ந்திருக்கேன். ഇപ്പൊ മകൾ ഒറ്റയ്ക്കാ താമസിയാതെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മകനും ഉണ്ടാവും ചേച്ചിക്ക് കൂട്ടിന്. ഇതുപോലെ മാലയിട്ട് ഫ്രെയിമിനുള്ളിൽ. ആരാടോ തന്നോട് പറഞ്ഞത് മകളുടെ മരണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ? പറ, ആര് പറഞ്ഞിട്ടാ കേസ് കൊടുത്തത്? പറയാൻ പറയണോ? ആരും പറഞ്ഞിട്ടല്ല, പിന്നെ തോന്നി കൊടുത്തു. കേസ് പിൻവലിക്കണം. കേസ് പിൻവലിക്കാൻ വേണ്ട, പക്ഷെ ആ കേസിൽ സഹകരിക്കരുത്. CBI ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒഴിഞ്ഞു മാറണം. ഇനി നിർബന്ധിച്ച് ചോദ്യം ചെയ്താലും എന്തെങ്കിലും കളവ് പറഞ്ഞു ഒഴിയണം രണ്ടുപേരും. കേറി സ്മാർട്ടായി വാ തുറന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ല. കോളേജിൽ പഠിക്കുന്ന മകൻ അസ്ഥിയാവും. ഏതെങ്കിലും ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറി, ഒരു ആക്സിഡന്റ്, അതിലെല്ലാം അവസാനിക്കും. നിങ്ങൾ ആരാ? അടാ, അവരാരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. അതിന് കഴിഞ്ഞേക്കും. പക്ഷേ എന്റെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്കും മകനും ആപത്തുണ്ടാവുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. മകൻ ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിയുണ്ട്. താങ്കൾ എന്ത് ചെയ്യുന്നു? ബാങ്കിലായിരുന്നു, ഇപ്പൊ VRS എടുത്തു. ഈ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലോ. അതിന് കാരണം മകൾ കൊല്ലപ്പെട്ടതായിരിക്കാമെന്ന വെറും സംശയം മാത്രമാണോ, അതോ? സംശയം മാത്രമല്ല സർ. പിന്നെ ഒന്ന് പോലീസിന്റെ അനാസ്ഥ. പിന്നെ മകൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു. അതും ഒരു ഭീഷണിയായിരുന്നു. മകൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, താനെ പിന്മാറിയില്ലെങ്കിൽ പിന്മാറ്റും, ഇതാ പറഞ്ഞത്. അതും ആരാന്ന് പറഞ്ഞില്ല. ഇങ്ങനൊരു കാര്യം അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞു കണ്ടില്ലല്ലോ. അന്ന് പോലീസ് മൊഴിയെടുത്തപ്പോ പറയാൻ വിട്ടുപോയതാ. പിന്നീട് ഓർമ്മ വന്നപ്പോ അവർ കേൾക്കാനും കൂട്ടാക്കിയില്ല. എല്ലാം അവസാനിപ്പിച്ച മട്ടില്ല സംസാരിച്ചത്. അപ്പോഴേക്കും ഭൂതവും പ്രേതവും ഒക്കെ എത്തിയല്ലേ? ഇതിനെക്കുറിച്ച് മകളോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അത് വെറും ഫ്രണ്ട്ഷിപ്പാണെന്നാ പറഞ്ഞത്. ഫോൺ ചെയ്തത് ഏതെങ്കിലും അസൂയുള്ളവരായിരിക്കും എന്നോള് പറഞ്ഞു. എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത്? പേര് പ്രദീപ് എന്നാ പറഞ്ഞത്. അല്ല, മരിച്ചു എന്ന് പറയുന്ന ദിവസം മോള് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ നിങ്ങൾ മോൾക്ക് ഫോൺ ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടോ? ഉവ്വ്. സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ വിളിച്ചപ്പോ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ചോദിച്ചപ്പോ പ്രദീപ് ആയിരുന്നു ലൈനിലെന്ന് പറഞ്ഞു. ആരായി പ്രദീപ്? അത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ. മോളുടെ മൊബൈൽ നമ്പർ എത്രയായിരുന്നു? മൊബൈൽ നമ്പർ ഓർമ്മയില്ല, നോക്കി പറയാം. വേണ്ട, ആ മൊബൈലിന്റെ അക്കാലത്തെ ഡീറ്റെയിൽഡ് ബില്ല് കിട്ടണം. സർ, ചാക്കോ വിളിക്കും, അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി. ശരി സർ. വരട്ടെ. പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ ആരാണ്, എന്താണ്, ഒരു ഡീറ്റെയിൽസ് അറിയില്ല? ഇല്ല. ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല. എല്ലാ ഈസി ആൻസേഴ്സ്. സോറി, നിങ്ങളെ കുറിച്ചല്ല ചാക്കോ. പെട്ടെന്നൊരു പ്രദീപ് ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയോ സർ? മൈഥിലിയുടെ അച്ഛൻ കോടതിയിൽ പോയപ്പോ വീട്ടിൽ ഗുണ്ടകൾ വന്നു. അതുകൊണ്ട് ഭൂതങ്ങൾക്കും പ്രേതങ്ങൾക്കും മാത്രമല്ല മനുഷ്യർക്കും ഈ കേസിൽ താല്പര്യമുണ്ട്. ഇനി ചാക്കോ അത്ര പേടിക്കണം. കുറെയൊക്കെ എന്റെ പേടിയായിരിക്കും. പക്ഷെ സായിക്ക് ആ വീട്ടിലുണ്ടായ അനുഭവം, രാത്രിയിൽ മുറിയിൽ നിന്നുള്ള തിരോധാനം, അതൊക്കെ മിസ്റ്ററി അല്ലേ സർ? സായി കള്ളം പറഞ്ഞതല്ല,
അത് മിസ്റ്ററി തന്നെ. ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ മിസ്റ്ററിയെ നമുക്ക് നേരിടേണ്ടി വരും. അനിത, സായിയുടെ വുഡ്ബി, മൈഥിലിയുടെ അടുത്ത സുഹൃത്ത്. പ്രദീപനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? ഉണ്ടാവും സർ. സായി ഒന്ന് വിളിച്ചു നോക്കല്ലേ? സർ. എക്സ്ക്യൂസ് മീ, മിസ് അനിത. അകത്തുണ്ട്. താങ്ക് യു. Sir, surf, play, SMS, and if you want, talk as well. Okay, thanks for calling. Good morning. മോർണിംഗ്. Can I help you, sir? ഏത് പ്രോഡക്റ്റാ വേണ്ടത്? എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്? ടാറ്റ ഇൻഡികോം ട്രൂ പെയ്ഡ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവീസ് ഉള്ള മൊബൈലാണ്. ആസ് ഇസ് ദ ഓൺലി പ്രീപെയ്ഡ് സർവീസ് ഇൻ ഇന്ത്യ വിത്ത് 100% ടോക്ക് ടൈം. ഓൾ ഇന്ത്യ കവറേജിന്റെ കാര്യത്തിൽ ഞങ്ങളാണ് മുന്നിൽ വിത്ത് ലേറ്റസ്റ്റ് CDMA ടെക്നോളജി. ഈ ഇൻവെസ്റ്റിഗേഷനെ പറ്റി വല്ല ടെക്നോളജി ഉണ്ടോ? അനിതയല്ലേ? സോറി സാർ, സായി പറഞ്ഞിരുന്നു വരുമെന്ന്. പെട്ടെന്ന് സാറ് കസ്റ്റമർ ആണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ. കസ്റ്റമർ അല്ലെന്ന് ആര് പറഞ്ഞു? ഐ എം എ ട്രൂ പെയ്ഡ് യൂസർ. അനിതയോട് അല്പം സംസാരിക്കാനുണ്ട്. പ്രദീപ് മൈഥിലിയും സ്നേഹത്തിലായിരുന്നു എന്ന് ഞങ്ങൾ ചിലർക്ക് മാത്രമേ അറിയാവൂ. വെരി സ്ട്രോങ് ലവ്. അതെ സാർ. പക്ഷേ രശ്മി പോലീസിന് കൊടുത്ത മൊഴിയിൽ കാമുകനുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പോലീസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നു സാർ. മൈഥിലിയുടെ മരണം അറിഞ്ഞ് പ്രദീപ് വന്നിരുന്നു? ഇല്ല സാർ. പ്രദീപ് എന്താണെന്ന് വരാതിരുന്നത്? അതറിയില്ല. അതിനുശേഷം ഞാൻ പ്രദീപിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. സർ, പ്രദീപ് വളരെ നല്ലയാളാ. ഈസ് എ ഗുഡ് ഫ്രണ്ട്. ആ മറുപടിക്കുള്ള ചോദ്യം ഞാൻ ചോദിച്ചില്ലല്ലോ. കൂട്ടുകാരുടെ മരണത്തെ കുറിച്ച് അനിതയുടെ അഭിപ്രായം എന്താ? അണിമംഗലത്ത് ഒരുപാട് ദോഷങ്ങളുണ്ട്. മൈഥിലി മാത്രമല്ല, ശങ്കരമാവന്റെ ഭാര്യ ഉഷമായി മരിച്ചത് എന്തോ കണ്ട് ഭയന്നിട്ടാ. സായിയുടെ അനുഭവം കൂടി ആയപ്പോ ചാക്കോയ്ക്കൊരു കൂട്ടായി. ഞാൻ ആ ചിന്തയൊക്കെ എന്നേ വിട്ടു സർ. ഈ പ്രദീപിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? പ്രദീപിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല. എന്തെങ്കിലും? പ്രദീപിന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനൊരു ക്രിസ്ത്യാനി സ്ത്രീയെ വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും അറിയില്ല സർ. ആരോട് ചോദിച്ചാൽ അറിയാം? രശ്മിയോട് ചോദിച്ചു നോക്കാം. എങ്കിൽ വേഗം വേണം. ശരി സർ. ഈ രശ്മി ഇപ്പൊ എവിടെ ഉണ്ട്? തൃശ്ശൂരില്. എന്താ സർ? ഒന്നുമില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ടാറ്റ ഇൻഡികോം.